നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ററിനെ വീഴ്ത്തിയിരിക്കുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ്. അത്ലറ്റിയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരം 2-1 അവർ വിജയിച്ച് കയറിയിരിക്കുന്നത്. അർജന്റീൻ സൂപ്പർ താരം ഹുലിയൻ അൽവാരസ് ഗോളടിച്ചു. ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ഹുലിയൻ അൽവാരസിന്റെ ഗോളടി മേളം തുടരുകയാണ്. അദ്ദേഹം അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടിയിട്ട് 10 ഗോളുകളായിരിക്കുന്നു ചാമ്പ്യൻസ് ലീഗിൽ. ആകെ 14 കളികൾ അവർക്ക് വേണ്ടി കളിച്ചിട്ട് 10 ഗോളുകൾ വന്നിരിക്കുന്നു. ഓൾറെഡി ഈ ഒരു കോമ്പറ്റീഷനിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി ഗോൾ അടിച്ച ടോപ്പ് സ്കോറേഴ്സിൻ്റെ ലിസ്റ്റിൽ 3-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു ഹുലിയൻ അൽവാരസ് എന്ന കാര്യം കൂടി ഓർക്കുക. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു മികവ് അത് വളരെ വ്യക്തമായ ഒരു കണക്കാണിത്. കാരണം 39 ഗോളുകളുമായിട്ട് ഗ്രീസ്മാനാണ് അത്ലറ്റിക്കോ മാഡ്രിഡായിട്ട് 1-ാമത്, 2-ാമത് സൗലാണ് 11 ഗോളുകൾ, 3-ാമത് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് അത് ഹുലിയൻ അൽവാരസായി മാറിയിരിക്കുന്നു. ഹുലിയൻ അൽവാരസിൻ്റെ UCL ഗോളുകളുടെ കണക്ക് നോക്കിയാൽ, ഗോൾ കോൺട്രിബ്യൂഷൻ നോക്കിയാൽ 25 ഗോൾ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ആ 20 സ്റ്റാർട്ടുകളെ അദ്ദേഹം UCL നടത്തിയിട്ടുള്ളൂ. 25 ഗോൾ കോൺട്രിബ്യൂഷൻസ്, 18 ഗോളുകളും 7 അസിസ്റ്റുകളുമാണ് അദ്ദേഹത്തിൻ്റെ ആകെ UCL കരിയറിലുള്ളത്. ഏതായാലും ഹുലിയൻ അൽവാരസ് പൊളിച്ചെടുക്കുകയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തിൻ്റെ മികവിൽ പിന്നെ അവസാന നിമിഷം ഹിമെനസിൻ്റെ ഗോൾ വന്നപ്പോഴാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ഇന്റർ മിലാനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ലെവലിൽ ഹുലിയൻ അൽവാരസും ബെയ്നയും ഗയേഗറും ഹുലിയാനോ സിമിയോണിയും ഒക്കെ ഒരുമിച്ചിറങ്ങി. മറുഭാഗത്ത് ലൗട്രോ മാർട്ടീനസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇന്റർ മിലാൻ ആക്രമണങ്ങൾ മെനഞ്ഞത്. കളിയുടെ 9-ാമത്തെ മിനിറ്റിൽ തന്നെ ഹുലിയൻ അൽവാരസിലൂടെ അത്ലറ്റി മുന്നിലെത്തി. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഒരു ഏകപക്ഷീയമായൊരു ഗോളിന് മുന്നിലായിരുന്നു. 2-ാം പകുതിയിൽ സിലിൻസ്കിയിലൂടെ 54-ാമത്തെ മിനിറ്റിൽ ഇന്റർ ഒപ്പം പിടിച്ചു. കളി അങ്ങനെ 1-1 സമനിലയിൽ അവസാനിക്കുമെന്ന് കരുതിയ ഘട്ടത്തിലാണ് ഇഞ്ചുറി ടൈമിൽ, 2-ാം പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ഹിമെനസിന്റെ ഗോൾ പിറക്കുന്നത്. അങ്ങനെ 2-1 അത്ലറ്റിക്കോ മാഡ്രിഡ് ഒടുവിൽ മത്സരം വിജയിച്ചു കയറി. കളി തോറ്റെങ്കിലും 5 കളിയിൽ നിന്ന് 12 പോയിന്റ് ഉണ്ട് ഇന്ററിന്. അവർ 4-ാം സ്ഥാനത്താണ്. 5 കളിയിൽ 9 പോയിന്റുള്ള അത്ലറ്റിക്കോ മാഡ്രിഡ് 12-ാം സ്ഥാനത്ത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.